ഹായ് വെൽക്കം ടു എജ്യൂബിറ്റ്സ് ലേണിംഗ്. കേട്ടറ്റ് എക്സാം എഴുതിയവർക്ക് ഒരു സന്തോഷ വാർത്തയാണ്. ഇന്ന് നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട റിസൾട്ട് വന്നാൽ കേട്ടറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കറിയാം എന്താണ് catet.kerala.gov.in. ഇത് ടൈപ്പ് ചെയ്ത് കേട്ടറ്റ് എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ മതി ഗൂഗിളിൽ പോയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഹോം പേജ് കാണാം. മുകളിൽ തന്നെ കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നു പബ്ലിഷ് എന്ന് കാണാം. താഴെ ഒന്ന് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? കേട്ടറ്റ് ജൂൺ 2025 ക്ലിക്ക് റിസൾട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ റിസൾട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യും നോക്കൂ, പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരികയാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ കാറ്റഗറി 1, 2, 3, 4 ഈ 4 കാറ്റഗറിയിലാണല്ലോ എക്സാം നടന്നത്. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് എഴുതിയതെന്ന് നോക്കുക. കാരണം ചില ആളുകൾ 2 കാറ്റഗറി എഴുതിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുക, ആദ്യം 1-ൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൂടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ. എന്നിട്ട് നിങ്ങൾ ചെക്ക് റിസൾട്ട് എടുത്താൽ തീർച്ചയായും നിങ്ങളുടെ റിസൾട്ട് അവിടെ കാണാം. നിങ്ങളുടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ വിജയിച്ചു എന്ന് കാണിക്കും. അതുപോലെ തന്നെ കാറ്റഗറി ഇനി 2 കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ 2ൻ്റെ എന്ത് ചെയ്യുക, 1 പോയിട്ട് 2 ഓപ്പൺ ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇനി 3 ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായും ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടാവും. 2 വിഭാഗം ആളുകളാണ് നമുക്ക് മുമ്പിൽ നിലവിലുള്ളത്. ഒന്ന് വിജയിച്ചവരും, മറ്റൊന്ന് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്തവരും. നിങ്ങൾ എത്താൻ പറ്റാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഇതൊരു അവസാനമല്ല. തീർച്ചയായും നിങ്ങൾ ആലോചിക്കേണ്ട, ഇതൊരു അവസാനമല്ല. അടുത്ത കേട്ടറ്റ് എക്സാം കൂടുതൽ സമയമൊന്നുമില്ല, 1-2 ആഴ്ചകൾ കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഈ മന്തിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. തീർച്ചയായും അടുത്ത കേട്ടറ്റ് നേടിയെടുക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഈ ഒരു സമയം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഏർലി ബിഗിൻ, നേരത്തെ തന്നെ തുടങ്ങുക, അതും ഏറ്റവും നന്നായി തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഡൺ, പകുതി ശരിയായിട്ടുണ്ട്. നിങ്ങളെ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയൊക്കെയാണ് നമ്മുടെ മിസ്റ്റേക്കുകൾ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം അവസരം കിട്ടി? നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കിട്ടി? അപ്പോൾ നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതല്ലെങ്കിൽ ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി എജ്യൂബിറ്റ്സ് ലേണിംഗ് നിങ്ങൾക്കൊരു പരിഹാരം കൃത്യമായിട്ട് സമയം ഏറ്റവും നന്നായി വിനിയോഗിച്ചുകൊണ്ട് നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എജ്യൂബിറ്റ്സ് ലേണിംഗ് ഒരു എക്സാം ഓൺലി ബാച്ച് തന്നെ കേട്ടിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങളിപ്പോൾ കാറ്റഗറി 2 എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ചെയ്യാവുന്നതാണ്. അതുപോലെ കാറ്റഗറി അതിൽ തന്നെ വരുന്ന മലയാളത്തിൻ്റെ ഓരോ ടോപ്പിക്കുകൾ, ഈ ടോപ്പിക്കിൽ 5, 10, 15, 20, 30 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കിൻ്റെ ക്വിസസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും മികച്ച റാങ്ക് അടുത്ത കേട്ടറ്റിന് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മറ്റുള്ള സബ്ജക്റ്റുകൾ, അതിലൊക്കെ SCRT ബേസിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, നല്ല PYQs പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മളെ ആപ്പിൽ ക്വിസസായി നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഇപ്പോൾ ഉദാഹരണത്തിന് സയൻസ് കാറ്റഗറി 2 സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇങ്ങനെ എല്ലാം മിക്സ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ അല്ലെങ്കിൽ 2026 നവംബർ ഈ എക്സാമുകൾക്ക് വന്നിട്ടുള്ള സയൻസിൽ വന്നിട്ടുള്ള ബയോളജി ക്വസ്റ്റ്യൻസ് അത് മാത്രം ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്സ് മാത്രം. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രം നോക്കുമ്പോൾ ഓരോ ഏരിയയിൽ നിന്ന് എത്രത്തോളം ചോദ്യം വന്നു, ഏതൊക്കെ ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം എജ്യൂബിറ്റ്സ് ലേണിംഗ് നിങ്ങൾക്ക് നൽകുന്നു. മാത്രമല്ല PYQs പ്രീവിയസ് ഇയറിൽ ഒരു കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. കൃത്യമായിട്ട് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് കേട്ടറ്റ് ലഭിക്കാത്തവരോട് ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്. തീർച്ചയായും അടുത്ത കേട്ടറ്റ് നമുക്ക് നേടിയെടുക്കാം. അതിനുള്ള ഒരു
ആത്മവിശ്വാസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ അതിനുവേണ്ടി സമയം ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. മാത്രമല്ല എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ അടുത്ത കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഞങ്ങളെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവും. തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലൂടെ നിങ്ങൾക്ക് അടുത്ത കേട്ടറ്റ് നേടിയെടുക്കാം. മാത്രമല്ല വിജയിച്ചവരോട് പറയാനുള്ളത്, ഇനി ഇതൊരു അവസാനമല്ല, നിങ്ങളോടും പറയാനുള്ളത്, അടുത്ത വർഷം LP UP എക്സാം നടക്കാൻ പോവുകയാണ്. അതിൽ മികച്ച റാങ്ക്, നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു റാങ്ക് കിട്ടി 300 200 ഒന്നും കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ആദ്യത്തെ 10 റാങ്കുകളിൽ അടിച്ചെടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ, എന്നാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ 1ാം റാങ്ക് എനിക്ക് കിട്ടണം, അല്ലെ 2ാം റാങ്ക്, ഒന്ന് തന്നെ ആലോചിച്ചു, 1ാം റാങ്ക് നമുക്ക് കിട്ടണം എന്ന ലക്ഷ്യത്തോടെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ SCERT പഴയതും പുതിയതുമായ SCERTകൾ, അതുപോലെ തന്നെ മറ്റുള്ള ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നമുക്ക് എഡ്യൂബിൾസ് ലേണിങ്ങിനൊപ്പം നടത്താം. തീർച്ചയായും ആ ലക്ഷ്യം പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.